വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളെ കണ്ടെത്താൻ പോലീസ്. ഇയാളെ കണ്ടെത്തിയാൽ ആദരിക്കുമെന്ന് ലോക്കോ പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞു. റെയിൽവേ പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറിയ CCTV ദൃശ്യങ്ങളിലാണ് സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉള്ളത്. ജിബിൻ JB വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജിബിൻ, ആ സാഹചര്യത്തിൽ അത്രയും ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ ആക്രമണകാരിയായ ഒരാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴും അയാൾ കീഴ്പ്പെടുത്തപ്പെടേണ്ടവനാണ് എന്ന ഒരു തിരിച്ചറിവും അതിനൊരുമ്പെടുന്ന ഒരു ആത്മധൈര്യവുമുള്ള ഒരു മനുഷ്യൻ, അയാളെ ആദരിക്കേണ്ടതുണ്ട് എന്ന് സംവിധാനം തിരിച്ചറിയുന്നു. മാധവ് തന്നെയാണ്. കാരണം 2 ദിവസം മുൻപാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഈ കേരള എക്സ്പ്രസിന്റെ ബോഗികളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ആ സമയത്താണ് ഈ ട്രെയിനിന്റെ അകത്തു നിന്ന് ബോഗിക്കുള്ളിൽ നിന്ന് സംഭവ സമയത്ത് ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ RPFന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങളാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഈ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ച സമയത്താണ് ഈ പെൺകുട്ടിയെ ഇയാൾ ആക്രമിക്കുന്ന സമയത്ത് ഒരു ദൃസാക്ഷിയായ ഒരാൾ ഓടിയെത്തുന്നതും ഇയാളെ കീഴ്പ്പെടുത്തുന്നത്. അല്ല എങ്കിൽ അതായത് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന 19-കാരിയാണ് സുരേഷ് ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുന്നത്. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന അർച്ചന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഈ അർച്ചനയും ഇയാൾ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും അർച്ചനയെ കൂടി ഇയാൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടാൻ പോകുന്ന സന്ദർഭത്തിലാണ് ബോഗിയിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നതും ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നീടാണ് ബോഗിയിലുണ്ടായിരുന്ന മറ്റുള്ളവർ കൂടി എത്തി സുരേഷിനെ ബലം പ്രയോഗിച്ച് അവിടെ വയ്ക്കുകയും RPFന് ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉള്ളത്. കാരണം ഇയാളാണ് ഈ ഒരു പെൺകുട്ടി. ഇല്ലായിരുന്നെങ്കിൽ ഇയാളുടെ കൃത്യസമയത്തുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടി കൂടി അന്ന് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി, അഥവാ ഇയാളെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇയാളെ ആദരിക്കാൻ കൂടി ഇപ്പോൾ ലോക്കോ പൈലറ്റുമാരുടെ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ ഈ വിവരങ്ങൾ ലഭിച്ചത്, അതായത് ഈ പെൺകുട്ടിയെ തള്ളിയിടുന്ന ദൃശ്യങ്ങളും രണ്ടാമത്തെ പെൺകുട്ടിയെ തള്ളിയിടാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരാൾ ഓടിയെത്തി കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ 2 ദിവസം മുൻപാണ് റെയിൽവേ പോലീസ് ശേഖരിക്കുകയും അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. മാധു. ശരി ജിബിൻ, ഒപ്പം ശ്രീകുട്ടിയുടെ ആരോഗ്യാവസ്ഥ എന്താണ്? ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ശ്രീകുട്ടി ജീവൻ നിലനിർത്തി പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ICUയിൽ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ശ്രീകുട്ടി ചികിത്സയിലുള്ളത്. എല്ലാ ദിവസവും കൃത്യമായി മെഡിക്കൽ ബോർഡിന്റെ യോഗവും ചേരുന്നുണ്ട്. അതാത് ദിവസങ്ങളിൽ ശ്രീകുട്ടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ വിശദമായി തന്നെ അടുത്ത ദിവസം പരിശോധിക്കുകയും കൊടുക്കുന്ന മരുന്നുകളുടെ കാര്യമൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സർജറിയിലേക്കൊന്നും തന്നെ ഇതുവരെയും കടന്നിട്ടില്ല. കാരണം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. ആ വിവരങ്ങളൊക്കെ എല്ലാ ദിവസവും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശ്രീകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ രക്തസ്രാവമുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് മാറ്റി കുട്ടി മരുന്നുകളോട് പ്രതികരിച്ച ശേഷം മാത്രമായിരിക്കും സർജറിയിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. മാധു. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സ തുടരുന്നത്. അതിനിടയിലാണ് ശ്രീകുട്ടിക്ക് ശേഷം മറ്റൊരു പെൺകുട്ടിയെ കൂടി ആക്രമിക്കാൻ ഒരുമ്പെട്ട പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളെ പോലീസ് തിരയുന്നത്. അയാളെ കണ്ടെത്തുകയാണെങ്കിൽ ആദരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട്.